ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു സൊമാറ്റോ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനങ്ങനെ സൊമാറ്റോ ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. സൊമാറ്റോ പറയുന്നില്ല, നിങ്ങൾ ടീഷർട്ട് ഇട്ട് ഓടാൻ പറയുന്നില്ല. ഇത് ഞാൻ തന്നെ മേടിച്ചതാണ്. കാരണം നമ്മുടെ നോർമൽ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പോയപ്പോഴേ ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് നരയ്ക്കുന്നു. അപ്പോൾ എന്തായാലും സൊമാറ്റോ ഓടുവാണ്. അപ്പോൾ സൊമാറ്റോ ടീഷർട്ട് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം ഇപ്പം ബാഗ് ആണെങ്കിൽ പോലും സൊമാറ്റോ എന്ന ഒരു പരസ്യമില്ല. ബ്ലാക്കും അതൊരു ബ്ലൂ ആണ്. ഇപ്പോൾ റെഡും ഇല്ലെന്ന് തോന്നുന്നു. എൻ്റെ ഇരിക്കുന്ന ബ്ലാക്കാണ്. ബ്ലാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഡാർക്ക് ബ്ലൂ ആണ്. നമ്മൾ സിവിൽ ഡ്രസ്സിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ കസ്റ്റമറിന് പെട്ടെന്ന് നമ്മളെ തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഇതുപോലത്തെ ടീഷർട്ട് ഇടുവാണെങ്കിൽ പെട്ടെന്ന് കസ്റ്റമറിന് തിരിച്ചറിയാനും പറ്റും. നമുക്ക് പെട്ടെന്ന് ആ ഡെലിവറി കൊടുത്തിട്ട് തിരിച്ചു പോവുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ടീഷർട്ട് ബുക്ക് ചെയ്തത്. ഈ ടീഷർട്ടിൻ്റെ വില എന്ന് പറയുന്നത് 199 രൂപയാണ്. പിന്നെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഗ്ലൗസ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ എപ്പോഴും ഫുൾ കവറിംഗ് ഉള്ള മേടിക്കുക കേട്ടോ. ഇതിപ്പോൾ ഓഫർ കണ്ടുകൊണ്ട് മേടിച്ചതാണ്. 179 രൂപ. തക്കാലത്തിന് ഇത് ഉപയോഗിക്കാം, സൊമാറ്റോടെ മാത്രം. സൊമാറ്റോ എന്ന് പറയുന്നത് നമ്മൾ സ്പീഡിൽ പോകുന്നില്ലല്ലോ, നമ്മൾ അത്യാവശ്യം ഒരു 40 സ്പീഡിലൊക്കെ പോകുന്നുള്ളൂ. ചിലപ്പോൾ അതിലും താഴെ ആയിരിക്കും. എന്തായാലും ഒരു ഗ്ലൗസ് വേണം, കാരണം നമ്മുടെ ഈ കയ്യിലൊക്കെ ചെറുതായിട്ട് വേദനയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് ഗ്ലൗസ് മേടിച്ചു. പിന്നെ ഈ സ്നാപ്പ്, ഇത് നമ്മുടെ കൈ കറക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഇപ്പോൾ ഈ ടീഷർട്ട് മേടിക്കുന്ന മുമ്പാണ് ഞാൻ ഇത് മേടിച്ചത്. ഗ്ലൗസ് ഇന്നാ വന്നു, ഇതുവരെ ഇത് മേടിച്ചല്ലോ. അപ്പോൾ ഇത് ഇട്ടു. ടീഷർട്ട് ആണെങ്കിൽ നമുക്ക് ഫുൾ കവർ കണ്ട് ഇതുപോലെ ഇടാം. അതെ, ഇങ്ങനെ ഇടാം. പക്ഷെ എന്നാലും രസത്തിന് ഇങ്ങനെ ഇട്ടേക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ വേറെ സംഭവം മേടിച്ചായിരുന്നു, അതും ഞാൻ ഈ ഒരു സുനാപ്പ് മേടിച്ചപ്പോൾ വന്നെയാണ്. ഇത് നമ്മുടെ തലയ്ക്ക് ഇടുന്ന സാധനം, പക്ഷേ ഇത് ചെറുതായിപ്പോയി. പിന്നെ റിട്ടേൺ ഒന്നും കൊടുക്കാൻ വയ്യാണ്. റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതിന് കാലതാമസം വരും. ഇത് ചെയ്യാനായി ഇത് പൊള്ളത് കൊണ്ട് നമുക്ക് പോവാം. ഇത് രണ്ടും കൂടി 179 രൂപയായിരുന്നു കേട്ടോ. നമ്മൾ കാണിച്ചാൽ ഇട്ട് ആണോ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഇത് കുറച്ച് ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇതാണ് സംഭവം. ഇത് അത്യാവശ്യമാണ് കേട്ടോ. കാരണം നമ്മൾ ഈ വെയിലത്തൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പെട്ടെന്ന് എന്താ പറയുക, മുഖം കറക്കാൻ അല്ലെങ്കിൽ പൊടിയും ഒക്കെ വന്ന് നമുക്ക് വല്ല അസുഖങ്ങളുണ്ടാവാം. അപ്പോൾ ഇത് അത്യാവശ്യമാണ്. അതുപോലെ ഇതും അത്യാവശ്യമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു അത്യാവശ്യമാണ്. പെട്ടെന്ന് നമുക്കൊരു വീഴ്ചയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ തട്ടിയാൽ ഇത് കുഴപ്പമില്ലാതെ നമ്മളെ കവർ ചെയ്യും. പക്ഷേ ഇത് ഇവിടെ ഒന്നും കവർ ചെയ്യാനില്ല. എപ്പോഴും ഫുൾ കവറിങ് മേടിക്കുന്നത് നല്ലത്. എൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് കംപ്ലൈൻ്റ് ആയി, അത് വല്ലായിപ്പോയി. അപ്പോൾ ഇതൊക്കെ മേടിച്ചപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ തോന്നി. പിന്നെ ഇന്ന് സൊമാറ്റോ വർക്ക് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഇതുപോലെ അല്ലേ എന്ന് പറയാം. ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി നമ്മൾ വർക്ക് ചെയ്യും. ഏകദേശം 14 മണിക്കൂർ നമ്മൾ സൊമാറ്റോ വർക്ക് ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകത എന്ന് പറയുന്നത് കൊട്ടാരക്കര അമ്പലത്തിലെ ഗണപതി അമ്പലത്തിലെ ഘോഷയാത്രയാണ് വൈകുന്നേരം. അപ്പോൾ കുറച്ച് ഗതാഗത നിയന്ത്രണമൊക്കെ ഉണ്ട്. അപ്പം വൈകുന്നേരം ഓർഡർ കിട്ടുന്നതൊക്കെ സത്യം പറഞ്ഞാൽ ടാസ്ക്കാണ്. ഏത് വഴി പോകുന്ന അറിയത്തില്ല. നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2 കിലോമീറ്റർ പോകുന്ന ഒരു ഓർഡർ ചിലപ്പോൾ 4 കിലോമീറ്റർ പോകേണ്ടി വരും. അതാണ്. പിന്നെ ഇന്നത്തെ ഇൻസെൻറ്റീവ് കൂടുതലാണ്. ഇന്നത്തെ ഇൻസെൻറ്റീവ് 725 രൂപയാണ് ഇന്നത്തെ ഇൻസെൻറ്റീവ്. അത് 7 ജിഗും 16 ഓർഡർ എടുക്കണം. ഇപ്പോൾ സമയം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ സമയം പറയുമ്പോൾ എനിക്ക് വട്ടാന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 3:30 കഴിഞ്ഞ് വെളുപ്പാങ്കാലം. ഈ സമയത്ത് ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ചിലപ്പം എഴുന്നേക്കാൻ ലേറ്റാവും. ഏകദേശം 9 മണിക്ക് അവർ ഫോണിൽ ചെല്ലണമെങ്കിൽ ഇവിടുന്ന് 8:30 ഞാൻ ഇവിടുന്ന് കറക്റ്റ് 8:30 ഞാൻ ഇറങ്ങണം. അപ്പോൾ ഇപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് ഈച്ചടിച്ചിരിക്കേണ്ടി വരും. നേരം വെളുത്തിട്ട് നമുക്ക് സോണിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ സോണിലെത്തി. പക്ഷെ കുറച്ച് ലേറ്റായിപ്പോയി. 9 മണി എന്ന് പറഞ്ഞത് 11 മണിയായി. എൻ്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ 9ഉം 10ഉം ബുക്ക് ചെയ്തില്ല. കാരണം ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചേ എന്തായാലും അത് കാര്യമായി. കാരണം അല്ലെങ്കിൽ എനിക്ക് ഇൻസെൻറ്റീവ് കിട്ടത്തില്ല. 2 ജിഗ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇൻസെൻറ്റീവ് കിട്ടില്ല. പിന്നെ വെറുതെ ആവും ഇന്നത്തെ ദിവസം. 11 മണിക്ക് എന്തായാലും ഞാൻ ഓൺലൈൻ ആയിട്ടുണ്ട്. ഇപ്പോൾ രാത്രി 11 മണി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എത്ര രൂപ നമുക്ക് കിട്ടുന്നത് നോക്കാം. ഇന്നത്തെ ഇൻസെൻറ്റീവ് 735 രൂപയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓർഡറിന് വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. അങ്ങനെ സാധനം കൈ കിട്ടി. നമുക്ക് പോകേണ്ട ദൂരം 2 കിലോമീറ്ററാണ്. അങ്ങനെ ആ ഓർഡർ കൊടുത്തു. നമുക്ക് കിട്ടിയത് 25 രൂപയാണ്. അടുത്തൊരു ഓർഡർ അടിച്ചിട്ടുണ്ട്.
ഞാൻ ഇവിടുന്ന് ഫുഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് പോകേണ്ട കിലോമീറ്റർ എന്ന് പറയുന്നത് 14 കിലോമീറ്ററാണ്. പോകേണ്ട സ്ഥലം താഴത്ത് കുളക്കട. താഴത്ത് കുളക്കട എന്ന് പറഞ്ഞാലും കസ്റ്റമർ ലൊക്കേഷൻ്റെ കറക്റ്റായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഏവർക്കല എന്നുള്ള സ്ഥലമാണ്. ഇപ്പോൾ നമ്മളീ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കല്ലടയാറിൻ്റെ പുറകിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. അടിപൊളിയൊരു സ്ഥലം കേട്ടോ, നല്ല ഗ്രാമീണ പശ്ചാത്തലമുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഈ ഓർഡർ കംപ്ലീറ്റ് ആയി. നമുക്ക് കിട്ടിയ പൈസ എന്ന് പറയുന്നത് 102 രൂപ 98 പൈസയാണ് കിട്ടിയത്. രാത്രി 11 മണിവരെ നമ്മൾ സൊമാറ്റോ വർക്ക് ചെയ്തു. നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 966 രൂപയാണ്. ഇൻസെൻറ്റീവ് 735 രൂപ. പിന്നെ പെട്രോളിൻ്റെ ചിലവ് 500 രൂപ. അല്ലറ ചില്ലറ ചിലവ് 150 രൂപ. നല്ല ട്രാഫിക് ബ്ലോക്കായിരുന്നു. ആദ്യമൊക്കെ എന്നെ കയറ്റി വിട്ട് പിന്നെ അങ്ങോട്ട് കയറ്റി വിടത്തില്ല, കടക്കപ്പുറത്തുനിന്നായിപ്പോയി. കാരണം നല്ല ട്രാഫിക് ബ്ലോക്കായിരുന്നു. പിന്നെ 21 ഓർഡർ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഓർഡർ ഡിലേ ആണ്. എന്താ കാരണം എന്നറിയത്തില്ല. സൊമാറ്റോയാണ്, ചില സമയത്ത് ഡിലേ ആക്കും. കുറച്ച് സമയം നമ്മൾ ആ ട്രാഫിക് ബ്ലോക്കിൽ കിടന്നാൽ മതി. കൊട്ടാരക്കരയുള്ള എല്ലാ ഊട് വഴി ഞാൻ ഇന്ന് മനസ്സിലാക്കി അനുഭവിച്ചെന്ന് പറയാൻ കാരണം നമ്മൾ ഓരോ വഴി ചെല്ലുമ്പോൾ സാറന്മാരോട് ഈ വഴി പോകും, ആ വഴി പോകും, അപ്പുറത്തെ വഴി പോകും എന്ന് പറയും. ഒരു സാറ് പറയും ഈ വഴി പൊക്കോ, അങ്ങോട്ട് എൻ്റെ എത്തപ്പം പറയും ഈ വഴി പോകാൻ പറ്റത്തില്ല, അപ്പുറത്തോട് പോകണം. 2 ഓർഡർ ഞാൻ അല്ലാതെ നടന്നാൽ പോയി റെസ്റ്റോറൻറ്റിൽ പോയത്, മേടിച്ചിട്ട് പിന്നെ കസ്റ്റമറിന് കൊണ്ട് കൊടുത്തത്. കാരണം ഈ തൊട്ടടുത്താണെങ്കിൽ ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. നല്ല ബ്ലോക്കാണ്. അപ്പോൾ സൊമാറ്റോ ഇന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഓരോ ഓർഡർ കിട്ടുന്നതനുസരിച്ച് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ കൊടുക്കൽ വാങ്ങൽ സംഭവമായിരുന്നു. ഡിലേ ആക്കിയത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഓരോ ഓർഡർ അത് ട്രാഫിക് ബ്ലോക്ക് കിടക്കുക. ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് എനിക്ക് ഓടനാവട്ടത്തു നിന്നാണ് അടിച്ചത്. ഓടനാവട്ടത്ത് ഓർഡർ കൊടുത്തിട്ട് അവിടെ നിന്ന് എനിക്ക് അടുത്ത ഓർഡർ അടിച്ചത് കൊട്ടാരക്കരയിലേക്ക്. ഇങ്ങോട്ട് വരുന്ന വഴിയെല്ലാം ട്രാഫിക്കാണ്. ഈ തൃക്കണ്ണമംഗലം സ്ഥലമുണ്ട്, അവിടെ എത്തിയപ്പോൾ ഈ ഗതാഗത നിയന്ത്രണം ആയതുകൊണ്ട് തന്നെ പല വഴിയിലോട്ടാണ് നമ്മളെ പറഞ്ഞു വിടുന്നത് പോലീസുകാർ. അങ്ങനെ വരുമ്പം കുറച്ച് സമയം എടുക്കും. അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പക്ഷെ എന്താ അറിയത്തില്ല, കുഴപ്പമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സൊമാറ്റോ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.